SK നൂർബിന റഷീദ് ഇപ്പോൾ ഈ രംഗത്ത് വന്നിട്ടുള്ളത്, പരസ്യമായി രംഗത്ത് വന്നിട്ടുള്ളത് ലീഗ് നേതൃത്വത്തിനെതിരെ എന്നത് പ്രസക്തമാകുന്നത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണല്ലോ. തന്നെ സ്ഥാനാർത്ഥിയാക്കിയില്ല. കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായിരുന്നു നൂർബിന റഷീദ്, കോഴിക്കോട് സൗത്തിൽ പരാജയപ്പെട്ടു. അതിന് ന്യായീകരണം MK മുനീർ ആ മണ്ഡലത്തിൽ നിന്ന് ഒളിച്ചോടിയതാണ് എന്ന നിലയിലാണ്. അങ്ങനെ വേണ്ടാതിരുന്ന ലീഗ് നേതാക്കൾക്ക് വേണ്ടാതിരുന്ന ഒരു മണ്ഡലത്തിലാണ് തന്നെ സ്ഥാനാർത്ഥിയാക്കിയതെന്നാണ്. ഇപ്പോഴും സിറ്റിംഗ് സീറ്റായിരുന്നു അതെ, അല്ല കഴിഞ്ഞ തവണ അവിടെ മത്സരിക്കാതെ മുനീർ മാറിയല്ലോ, മണ്ഡലം മാറി. മുനീർ താല്പര്യം പ്രകടിപ്പിച്ചത് നൂർബിന വാർത്താ സമ്മേളനം മൊത്തം കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്, നേരത്തെ തന്നെ കേരളത്തിൽ വനിതാ ലീഗ് എന്ന് പറഞ്ഞാൽ പൊതുവെ പുറത്തൊക്കെ അറിയപ്പെടുന്നത് അത് നൂർബിന റഷീദ്, ഖമറുന്നീസ അൻവർ, ഈ രണ്ട് നേതാക്കളായിരുന്നു പ്രധാനമായി ഉണ്ടായിരുന്നത്. രണ്ടുപേരും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുമുണ്ട്. ഇത്തവണ മുസ്ലിം ലീഗ് നേതൃത്വം ഒരു വലിയ സുപ്രധാനമായൊരു തീരുമാനമെടുത്തു. അത് മുൻകാലങ്ങളിലൊന്നും ലീഗ് നേതൃത്വം ചെയ്യാതിരുന്ന ഒരു പരീക്ഷണത്തിന് ഇത്തവണ ലീഗ് നേതൃത്വം തയ്യാറായി. അത് രണ്ട് വനിതകളെ മത്സരിപ്പിക്കുന്നു എന്നത് മാത്രമല്ല, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ യുവാക്കൾക്ക് അവരുടെ ലീഗ് സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രാതിനിധ്യം നൽകുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു പരീക്ഷണത്തിനാണ് ഇത്തവണ മുസ്ലിം ലീഗ് നേതൃത്വം മുതിർന്നത്. അപ്പോഴാണ് ഈ ഫാത്തിമ തഹ്ലിയയും ജയന്തി രാജനും വനിതാ ലീഗിൻ്റെ പ്രതിനിധികളല്ല എന്ന് പറഞ്ഞുകൊണ്ട് നൂർബിന റഷീദ് ആദ്യം രംഗത്ത് വന്നിരുന്നു. പിന്നീട് ചില ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ വീണ്ടും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് ശേഷവും ആ അതൃപ്തി പുകയുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ മത്സരിക്കണം എന്ന ആഗ്രഹം യഥാർത്ഥത്തിൽ വനിതാ ലീഗ് നേതാക്കൾ അവർ നടത്തിയിട്ടുള്ള ആ വനിതാ ലീഗ് എന്ന സംഘടനയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ വനിതാ ലീഗ് എന്ന സംഘടന സ്ഥാപിക്കുന്നതിനും അത് രൂപീകരിക്കുന്നതിനും ആ സംഘടനയെ വളർത്തുന്നതിനും ഈ നേതാക്കൾ വഹിച്ചിട്ടുള്ള പങ്ക് വിസ്മരിച്ചുകൊണ്ടല്ല ഞാൻ ഈ കാര്യം പറയുന്നത്. പക്ഷേ പുതിയ ആളുകൾ വരട്ടെ, പുതിയ സ്ഥാനാർത്ഥികൾ വരട്ടെ, പുതുമുഖങ്ങൾ വരട്ടെ എന്നത് ആ നിലയിൽ മാറിക്കൊടുക്കേണ്ടതാണ് ഈ പഴയ നേതൃത്വം എന്നതാണ് ചെയ്യേണ്ടത്. മുസ്ലിം ലീഗ് ആ നിലയിലുള്ള ഒരു പരീക്ഷണത്തിന് ഇത്തവണ തയ്യാറായിട്ടുണ്ട്. നോക്കൂ SK, ഈ ഫാത്തിമ തഹ്ലിയെ മാത്രമല്ല, ഈ ഹരിത വിവാദവുമായി ബന്ധപ്പെട്ട ആ നേതാക്കളെ എല്ലാം മുസ്ലിം ലീഗ് ചേർത്ത് പിടിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഫാത്തിമ തഹ്ലിയെ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിപ്പിച്ചു, കുറ്റിച്ചിറ വാർഡിൽ നിന്ന് അവിടെ വിജയിച്ചു. അതുപോലെ തന്നെ നജ്മ തബ്ഷീറ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വിജയിച്ചു. മൊഫീദ തെസ്നി വയനാട് ജില്ലാ പഞ്ചായത്തിലേക്ക് വിജയിച്ചു. അങ്ങനെ ഈ ഹരിത വിവാദവുമായി ബന്ധപ്പെട്ട നേതാക്കൾ അവരെ എല്ലാവരെയും ചേർത്ത് നിർത്തിയെന്നാണ് നമുക്ക് ഈ സ്ഥാനാർത്ഥി പട്ടിക നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. അതിലിപ്പോൾ രണ്ട് വനിതാ സ്ഥാനാർത്ഥികൾ ഫാത്തിമ തഹ്ലിയ പേരാമ്പ്രയിലും കൂത്തുപറമ്പിൽ ജയന്തി രാജനും മത്സരിക്കുന്നു. പക്ഷേ ചില കാര്യങ്ങൾ കാണാതിരുന്നുകൂടാ. അത് എനിക്ക് തോന്നുന്നത് അടുത്ത ഘട്ടത്തിൽ ഈ സമസ്ത നേതാക്കളുടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.